യെസ്, നമ്മളോടൊപ്പം ഇപ്പോൾ ഉള്ളത് ഷെഫ് നളനാണ്. നളപാചകം നമുക്ക് എല്ലാവർക്കും അറിയാം. കുറച്ച് നളവാചകങ്ങളുമായിട്ട് നമ്മളിപ്പോൾ ഒരുമിച്ച് കൂടിയിരിക്കുകയാണ്. ഞാനിപ്പോൾ ഇങ്ങോട്ട് വന്നപ്പോൾ ഈ ഒരു റെസ്റ്റോറൻറ്റിൻ്റെ ഭയങ്കര ഒരു വൈബുണ്ട്. ആക്ച്വലി ഇന്നത്തെ പിള്ളേരൊക്കെ പറയുന്ന പോലെ ഒരു വൈബ്, പല പ്രത്യേകതകളാണ്. നമ്മൾ പല റെസ്റ്റോറൻറ്റ്സിലും കാണാത്ത ആക്ടിവിറ്റീസ്, ഇപ്പോൾ ക്യാരം ബോർഡ്, ഇപ്പോൾ ചെസ് ബോർഡ്, അങ്ങനെയൊക്കെയുള്ള പല പല ആക്ടിവിറ്റീസ് ഒക്കെ ആയിട്ട് ഭയങ്കര ഒരു നല്ലൊരു തീം സെറ്റിംഗ് ആണ് ഇവിടെ. എനിക്ക് പെട്ടെന്നൊരു അട്രാക്റ്റീവായിട്ട് തോന്നിയത്. ഫ്രണ്ടിൽ വന്ന് കയറുമ്പോൾ തന്നെയുള്ള ഒരു ബൈക്ക്, നമ്മുടെ പുറകിൽ കാണുന്ന ഒരു ബൈക്ക്. അപ്പോൾ ഇതൊക്കെ എന്താണ് ഇങ്ങനെ ഒരു ഇന്നോവേറ്റീവ് ആയിട്ടുള്ള ഐഡിയക്ക് പുറകിൽ? ഞാൻ പഠിച്ചതും വളർന്നതൊക്കെ പൊതുവെ പുറത്തെ രാജ്യത്താണ്. അപ്പം നമുക്കൊരു ക്രൗഡ് ഫോബിയ ഉണ്ട്. എനിക്ക് ഒരുപാട് ക്രൗഡ് എനിക്ക് അങ്ങനെ വലിയ ഇഷ്ടമല്ല. ഞാൻ നോക്കുന്ന എപ്പോഴും ഒരു ക്ലിനിക്കലി ഒരു മീ സ്പേസിൽ പോയി ഇരിക്കാൻ പറ്റുക, ജോലി കഴിഞ്ഞിട്ട് വന്നിരിക്കാൻ പറ്റുക, ഒരു ഗെയിം കളിക്കുക. പുറത്തെ രാജ്യത്ത് പിന്നെ ആൽക്കഹോളും പെർമിറ്റഡ് ആണ്, ഇവിടെ അതില്ല. അപ്പം ഒരു പ്രൈവറ്റ് ഡൈനിങ് ജോണർ പോലെ എങ്ങനെ പ്രിപ്പയർ ചെയ്യാം. അപ്പം പലരും വിചാരിക്കും ഇവിടെ വലിയ ക്രൗഡില്ല, ആളില്ല, താല്പര്യമില്ല. അപ്പം നമുക്ക് വരുന്നതെല്ലാം പ്രീമിയം ക്ലയൻറ്റുകളാണ്. അപ്പം മാത്രവുമല്ല, ഞാൻ കഴിഞ്ഞ പ്രാവശ്യം ബ്ലോഗ് ചെയ്തിരുന്നു, നിങ്ങളുടെയൊക്കെ അമ്മയ്ക്കോ അച്ഛനോ ട്രീറ്റ് കൊടുക്കണമെങ്കിൽ പോലും നിങ്ങൾ കൊണ്ടുവരാം, ഞാൻ ഫ്രീ ആയിട്ടാണെങ്കിലും ചെയ്തു കൊടുക്കാൻ റെഡിയാണെന്ന്. കാരണം പലർക്കും ഒരു ഡ്രീമാണ് നല്ലൊരു സ്പേസിൽ പോയിരുന്നു നല്ല ഫുഡൊക്കെ കഴിക്കുക, അല്ലേ? നമ്മളെ അച്ഛനും അമ്മയ്ക്കും നല്ലൊരു ട്രീറ്റ് കൊടുക്കുക, ഒരു ക്യാൻഡിൽ ലൈറ്റ് ഡിന്നർ കഴിക്കുക. ഇതൊരു പ്രൈവറ്റ് ഡൈനിങ് ജോണറാണ്. കാരണം പബ്ലിക് ഡൈനിങ് ജോണറാണ് ഞാൻ തുടങ്ങിയത്. പക്ഷേ എൻഡ് ഓഫ് ദി ഡേ എനിക്ക് വരുന്നത് കുറച്ച് ക്രീം ഗസ്റ്റുകളാണ്. അവർ എൻജോയ് ചെയ്യുന്നതുകൊണ്ട് അവർ NRIs ആണ്, ഇല്ലെങ്കിൽ അവർ ഫോർ എക്സാമ്പിൾ ഒരുപാട് കഷ്ടപ്പെട്ട് ഇപ്പം ഈ തട്ടുകടയിൽ നിന്ന് പോലും എനിക്ക് ദൈവാനുഗ്രഹിച്ച് നല്ല ഗസ്റ്റ് ലൈൻ ഉണ്ട്. അവർ വീക്കെൻഡ് ആകുമ്പോൾ ഞായറാഴ്ച കടയും അടച്ചിട്ട് ഇവിടെ ഫാമിലി ആയിട്ട് വന്നിരുന്ന് ഭക്ഷണം കഴിക്കുന്നു. മാത്രമല്ല, പലരുടെയും ഒരു ധാരണ ഇത് കാണുമ്പോൾ ഇത് ഭയങ്കര എക്സ്പെൻസീവ് അല്ലേ, ഭയങ്കര എക്സ്പെൻസീവ്. എനിക്ക് തോന്നുന്നു കോട്ടയത്ത് തന്നെ ഏറ്റവും ചീപ്പായിട്ട് ഭക്ഷണം കൊടുക്കുന്ന ഒരു സെന്റർ ഇതാണ്. ഈ ഒരു സെറ്റപ്പിൽ. പക്ഷേ ആൾക്കാർ എക്സ്പീരിയൻസ് ചെയ്താലല്ലേ അവർക്കൊരു അഭിപ്രായം പറയാം. പിന്നെ നമ്മുടെ തോട്ട് പ്രോസസ്സ് ഡിഫറെൻ്റ് ആണ്. അപ്പം അത് ബേസ് ചെയ്തിട്ടാണ് ഞാനിങ്ങനെ കുറച്ച് ഇപ്പോൾ ബ്രദർ വരുന്നു, ഇല്ലേ ബ്രദറിൻ്റെ കുറച്ച് ഫ്രണ്ട്സ് വരുന്നു, അവരുമായിട്ട് പ്രൈവറ്റ് സ്പേസിലിരുന്ന്. ഈ പബ്ലിക് സ്പേസിൽ ചെന്നിട്ട് ജനറലി ഞാൻ ഇവിടെ കാണുന്നൊരു പ്രശ്നമെന്ന് പറയുന്നത്, പെട്ടെന്ന് എന്ത് കിട്ടും, പെട്ടെന്ന് എല്ലാവർക്കും ബ്രദറെ എല്ലാത്തിനും സമയമുണ്ട്, അല്ലേ? എല്ലാത്തിനും സമയമുണ്ട്. അവർക്ക് സമയമില്ലാത്തത് ഒന്ന്, അവനവൻ്റെ അച്ഛനും അമ്മയും വിളിക്കുമ്പോൾ ഫോൺ ആൻസർ ചെയ്യാൻ സമയമില്ല. ഞാൻ ജനറലി കാണുന്നതാണ്. തിരിച്ചു വിളിക്കാം എന്ന് പറയുന്നത്. രണ്ടാമത്തത് എന്ന് പറയുന്നത്, അവർക്ക് ഭക്ഷണം കഴിക്കാൻ സമയമില്ല. അവർ 8 മണിക്കൂർ തൊട്ട് 10 മണിക്കൂറും 12 മണിക്കൂറും ഓവർ ടൈമും ഡ്യൂട്ടിയും ചെയ്യാൻ റെഡിയാണ്. ഈ കളയുന്ന ഇല്ലെങ്കിൽ ഈ സമയമില്ലായ്മയെല്ലാം ഞാൻ കാണുന്നത് ഇവിടുത്തെ മൾട്ടി സ്പെഷ്യാലിറ്റി ഹോസ്പിറ്റലിൽ പോയി നിങ്ങൾ മണിക്കൂർ കണക്കിന് ഈ സേവ് ചെയ്യാതെ വെച്ചിരുന്ന സമയം മൊത്തം നിങ്ങൾ അവിടെ ഇൻവെസ്റ്റ് ചെയ്യുന്നത്. എനിക്ക് ഒരു ഭക്ഷണം കഴിക്കാൻ വരുമ്പോൾ അത് ഡൈനിലേക്ക് കിങ് കണക്കാവണം. ഞാനിപ്പോൾ ഷെഫിനെ വിളിച്ച് പറയും. ഇപ്പം പലരും ഇവിടെ വന്നിട്ട് പറയാനുണ്ട് ബിരിയാണി അങ്ങനെയാണ് ഇങ്ങനെയാണ്. നിങ്ങൾക്ക് എന്താ വേണ്ടത്, നിങ്ങളൊരു കോൾ. അങ്ങനെ ഇപ്പം ഞാൻ പറഞ്ഞ കണക്ക് ഞാനിപ്പം ശ്രീധരനെ വിളിക്കും, ഷെഫാണ്. നമസ്കാരം ഷെഫ്, ഞാൻ വരുന്നുണ്ട്, എനിക്കിന്ന് കരിമീൻ പാലിൽ പൊള്ളിച്ച് കിട്ടും, ചെയ്തു തരാൻ പറ്റും. അതിന് എക്സ്ട്രാ ചാർജസ് ഉണ്ടോ? എക്സ്ട്രാ ചാർജ് ഇല്ല. സോ ഈ ഒരു ക്ലിനിക്കൽ തോട്ട് പ്രോസസ്സിനെ ഡെവലപ്പ് ചെയ്യണം. അപ്പോൾ നിങ്ങൾ ഇനിയിപ്പോൾ എത്രയൊക്കെ സമയമില്ലെങ്കിലും നിങ്ങൾ ഭക്ഷണം കഴിക്കാൻ ടൈം കൊണ്ടുവരണം. അവിടെ ഭയങ്കര ഡിലേ ആണ്, ഭയങ്കര ലാഗാണ്. നിങ്ങൾ എൻ്റെ കമൻസ് നോക്കിയാൽ തന്നെ കാണാം. എൻ്റെ ചോദ്യമേ, നീയൊക്കെ ഏതെങ്കിലും ഹോസ്പിറ്റലിൽ പോയിട്ട് ലാഗ് അടിക്കാതെ പോയിട്ടുണ്ടോ? ഒരു ഹോസ്പിറ്റലിൽ ഏതെങ്കിലും ഡോക്ടറുടെ താഴെ പോയിട്ട് എഴുതാനുള്ള ഗട്ട്സ് കാണിച്ചിട്ടുണ്ടോ? ഇയാൾ എന്തൊരു കണാപ്പനാടെ, ഇയാൾ എന്നെ അവിടെ 2 മണിക്കൂർ എൻ്റെ അമ്മയാവട്ടെ അവിടെ ഇരുത്തി, വയസ്സായ എൻ്റെ 60 വയസ്സായ അമ്മയ്ക്ക് ഡയബറ്റിക് ഉള്ളതാ, അവർക്ക് സമയത്തിന് ഭക്ഷണം കഴിക്കണം. ഏതെങ്കിലും ഒരുത്തന് ഈ കേരളത്തിൽ താഴെ ഒന്ന് കമന്റ് ചെയ്തിട്ടുണ്ടോ? ഇല്ല. ഭക്ഷണം വെച്ചു കൊടുക്കുന്ന നമ്മളെ ഇപ്പം എങ്ങനെയാ കാണണ്ടേ? അല്ലേ? നമ്മുടെ തോന്നുന്നു സാറേ പെട്ടെന്ന് കിട്ടുമോ, അല്ലേ ഷെഫെ പെട്ടെന്ന് കിട്ടുമോ, ഒന്ന് തരണേ, ഒന്നുമല്ലേ. ഇങ്ങോട്ട് വന്നു കഴിഞ്ഞാൽ ഇതെന്തായി മറിച്ച് ബാക്കിയുള്ളവരെയും കൂടെ ഇറിറ്റേറ്റ് ചെയ്യുന്ന ടൈപ്പ് ഓഫ് ടോക്ക്. നീ തിന്നണ്ടേ. എന്നെ സംബന്ധിച്ചിടത്തോളം സമയമുള്ളവൻ കഴിക്കാൻ വന്നാൽ ഇത് കൂടിപ്പോ എന്ത് പറ്റും? ഓക്കെ, സ്ഥാപനം മുമ്പോട്ട് പോകുന്നില്ല എന്നുള്ളത്, പോകുന്നിടത്തോളം മതിയെന്നേ. ക്ലിനിക്കലി ചെയ്തു കൊടുക്കുക. ഇവിടെ വരുമ്പം എന്നെ വിളിച്ചിട്ട് വരുന്ന ആർക്കാണെങ്കിലും ഞാൻ കുക്ക് ചെയ്ത് വരെ കൊടുക്കാൻ റെഡിയാണ്. ഇതൊരു വേറെ തോട്ട് പ്രോസസ്സാണ്. അതല്ലാണ്ട് കുറേ തിരക്കുണ്ടാക്കി കുറേ റഷ് ഉണ്ടാക്കിയിട്ട് സമയമില്ലാത്തവനെ കൂടെ ഓടി വന്ന് 2 പൊറോട്ടയും ബീഫും തിന്ന ഒന്നുമല്ല. നമ്മുടെ റെവല്യൂഷൻ ഉണ്ട്. നമ്മളെ കേരളീയൻ വിഭവത്തിന് മാർക്കറ്റിലൊരു സ്റ്റാൻഡേർഡ് ഉണ്ടാവണം. നമ്മളെ കേരളീയൻ വിഭവം കഴിക്കാൻ വരുന്നവൻ ഒരു സ്റ്റാൻഡേർഡ് ഉള്ളവനായിരിക്കണം. അതിന് നമ്മൾക്ക് കൊടുക്കാൻ പറ്റുന്നത് സമയം, അല്ലേ?
പല ആൾക്കാരും പറയാത്ത കാര്യങ്ങൾ വെട്ടിത്തുറന്ന് പറയാൻ ധൈര്യം കാണിക്കുന്ന ഒരാളാണ്. നിർത്തണമെങ്കിൽ നിർത്താം, കുഴപ്പമില്ല എന്നൊക്കെ ചിന്തിക്കുന്ന ഒരു ചിന്താഗതിയാണ്. എവിടുന്നാണ് ഈ ഒരു ഫയർ ഉള്ളിലേക്ക് വരുന്നത്? നമുക്ക് നഷ്ടങ്ങൾ അല്ലെങ്കിൽ പരാജയങ്ങൾ ഫേസ് ചെയ്യുമ്പോഴാണ് നമുക്ക് ധൈര്യം ഉണ്ടാവുന്നത്. നമ്മൾ അടിപടലോ, അതായത് ഞാൻ ചാണാക്കുഴിയിൽ നിന്നും ചാണാക്കുഴിയിൽ വീണവന് തീർന്നു എന്ന് വിചാരിച്ച ഈ ആൾക്കാർക്ക് സീറോയിൽ നിന്ന് തുടങ്ങാൻ പറ്റും. പക്ഷെ ഒരു ദുരന്തത്തിൽ നിന്ന് തുടങ്ങുക എന്ന് പറയുന്നത് കുറച്ച് ഗട്ട്സുമാണ്. ഇന്നിപ്പോൾ എന്നെ സംബന്ധിച്ചിടത്തോളം ഞാൻ അവിടുന്ന് വന്നതാണ്. മാക്സിമം എന്നെ എന്ത് ചെയ്യാൻ പറ്റും, തള്ളിയിടാൻ പറ്റും. ഞാൻ ഓൾറെഡി വീണതാ, എനിക്ക് തിരിച്ചു വരാൻ അറിയാം, എനിക്ക് എണീറ്റ് നിൽക്കാൻ അറിയാം. ഇപ്പം ഞാൻ പറഞ്ഞില്ലേ, ഇപ്പം ഷൈനിൽ നിന്നും നളനിലേക്കുള്ള യാത്ര എന്താണെന്നുള്ളത് ക്ലിനിക്കലി സ്റ്റഡി ചെയ്തിട്ടാണ് പോകുന്നത്. ഇപ്പം എൻ്റെ ഒരു കാഴ്ചപ്പാടിൽ ഞാൻ ആ ഫോർമാറ്റ് പഠിച്ചു വെച്ചിരിക്കുന്നത് കൊണ്ട് ഇപ്പം പല ആൾക്കാരും വിചാരിച്ചിരിക്കുന്നത് ഇത് പൂട്ടിയോ അത് പൂട്ടിയോ. ഞാൻ ഓരോ റെസ്റ്റോറൻറ്റും വിറ്റാണ് ഇവിടെ വന്നിരിക്കുന്നത്. ഞാൻ ചിന്തിച്ചു നോക്കണം. ഇപ്പം RP മോൾ എന്ന് പറഞ്ഞൊരു റെസ്റ്റോറൻറ്റ്, അതായത് എനിക്ക് കൊല്ലത്ത് ഒരേ ഒരെണ്ണം യൂണിറ്റേ ഉള്ളൂ, ഞാൻ ക്ലോസ് ചെയ്ത് കളഞ്ഞിട്ട് വന്നു. അതല്ലാത്ത പക്ഷം ഞാൻ ചെയ്തിരിക്കുന്ന ഇപ്പം എൻ്റെ കൊല്ലത്തെ ആദ്യത്തെ പ്രോപ്പർട്ടി, അതവിടെ റിയൽ എസ്റ്റേറ്റുകാർ പ്രശ്നം ഉണ്ടാക്കിയ സമയത്ത് ഞാൻ വേറെ ഒരു ഇൻ്റർവ്യൂവിൽ ജസ്റ്റ് സൂചിപ്പിച്ചെന്ന് വിശ്വസിക്കുന്നു, എനിക്കത് വിൽക്കാൻ പറ്റുന്നില്ല. കാരണം അവർ പറയുന്നത് കേസിൽ കിടക്കുന്ന പ്രോപ്പർട്ടിയാണ്, മറ്റേതാണ്, മറിച്ചാണ്. ഞാനൊരു ഷെഡ് പോലെ കെട്ടി, ഞാൻ സൈഫ് അലി ഖാന്റെ ഫുഡ് ട്രക്ക് കൊണ്ടുവന്നു, ഞാനത് വിവാദമായ ഒരു പ്രോപ്പർട്ടിയാക്കി മാറ്റി. ഞാൻ പറഞ്ഞതിനേക്കാൾ എൻ്റെ മനസ്സ് നിറയുന്ന പ്രൈസിന് ഞാനത് വിറ്റു. ഇതിലാർക്കാ കഷ്ടം? വീണ്ടും ഞാൻ രണ്ടാമത് സ്റ്റാർട്ട് ചെയ്തപ്പോൾ എനിക്കൊരു ഡിലേ അടിച്ചു, കൊറോണ വന്നതോടെ. ആ പ്രോപ്പർട്ടി ഞാൻ വിറ്റു. കടത്തിപ്പടിയിൽ ഞാനിപ്പം കോട്ടയത്തൊരു പ്രോപ്പർട്ടി ഓപ്പൺ ചെയ്തു, പൂട്ടിക്കിടന്ന പ്രോപ്പർട്ടിയാണ്. ആ പ്രോപ്പർട്ടി റിനോവേറ്റ് ചെയ്തു, 38 ലക്ഷം രൂപയ്ക്കാണെന്ന് തോന്നുന്നു ആ ഓണേഴ്സ് അത് വിറ്റത്. അപ്പം ഇതിനകത്ത് ബിസിനസ്സിനകത്ത് ഇപ്പോൾ ബ്രദർ ഒരു പഴയ കാർ എടുക്കുന്നു, ബ്രദർ റിപ്പയർ ചെയ്യുന്നു, റെഡിയാക്കുന്നു, വിൽക്കുന്നു, ബ്രദർ കാശുണ്ടാക്കുന്നു. ഇവൻ കാർ വാങ്ങിക്കുന്നതും കാണാം, വിൽക്കുന്നതും കാണാം. നീ ഇതും വിറ്റോടെ. നമ്മൾ വിറ്റിരിക്കുന്നതിനകത്ത് നമുക്ക് ബെനിഫിറ്റ്സ് ഉണ്ട്. നമുക്ക് ബെനിഫിറ്റ് ഇല്ലാത്തൊരു കാര്യം നമ്മൾ എന്തിനാ ചുമന്നുകൊണ്ട് കിടക്കുന്നത്? പിന്നെ കേരളത്തിലുള്ള എല്ലാവർക്കും ഭക്ഷണം കുക്ക് ചെയ്ത് കൊടുക്കാമെന്ന് ഞാൻ ആർക്കും വാക്ക് കൊടുത്തിട്ടില്ല. എൻ്റെ ഭക്ഷണം കഴിക്കാൻ താല്പര്യമുള്ളവർ പറഞ്ഞാൽ, എൻ്റെ സൗഹൃദത ഒരുപാട് സഹോദരിമാർ, എനിക്ക് ഏകദേശം 2 ലക്ഷത്തോളം ഫോളോവേഴ്സ് ഉണ്ട്, കൂടുതലും ലേഡീസാണ്. ഈ സഹോദരിമാർ നാളെ ഇപ്പം അവർ പല രാജ്യത്ത് കിടന്ന് പണിയെടുക്കുന്നത്. അപ്പോൾ അവരിവിടെ വരുമ്പോഴത്തേക്ക് ചമ്മന്തി, ചോറ്, എനിക്ക് ഗവർണറിൻ്റെ അവാർഡ് ഓഫ് എക്സലൻസ് 2024 നേടിത്തന്നത് കഞ്ഞിയും ചമ്മന്തിയാണ്. നമ്മളിപ്പോൾ ഞാൻ ചൈനയിൽ 5 വർഷം ഉണ്ടായിരുന്നു. അവിടെ നമ്മൾ വീട്ടിൽ ചെന്ന് കഴിഞ്ഞാൽ ഈ പോറിഡ്ജ് എന്ന് പറഞ്ഞ് തരുന്നത് കുടുംബത്തിലേക്ക് സ്വാഗതം എന്നുള്ള അർത്ഥത്തിലാണ്. ഇംഗ്ലണ്ടും ഇംഗ്ലീഷ് ഐ വിൽ കുക്ക് ഫോർ യു എന്ന് പറയുന്നത് വീട്ടിലേക്ക് സ്വീകരിച്ചു എന്നുള്ളതാണ്. ബാക്കിയുള്ള രാജ്യങ്ങളൊന്നും നിങ്ങളെ പരിചയപ്പെട്ട ഉടനെ വീട്ടിലോട്ട് വിളിക്കില്ല, മനസ്സിലാവുന്ന റെസ്റ്റോറൻറ്റുകളിലാണ് വിളിക്കുക. വീട്ടിലോട്ട് വിളിക്കുക എന്ന് പറയുന്നത് ഭയങ്കര ഒരു എക്സ്ട്രാ മര്യാദയാണ്. ഐ വിൽ കുക്ക് ഫോർ യു എന്ന് പറയുന്നത് പോലും ഇപ്പം ഇതൊക്കെ കണ്ടുകൊണ്ടിരിക്കുന്നവർക്ക് തന്നെ അറിയാം, അതൊരു എക്സ്ട്രാ മര്യാദയാണ്. കുറച്ച് ഫിലിം സെലിബ്രിറ്റികൾ ഇവിടെ വന്നു, ഷാപ്പിൽ വന്നു. അപ്പോൾ അവർക്ക് കുണ്ട്രക്കായലിലെ കരിമീൻ കഴിക്കണം. കരിമീൻ എല്ലാവരും കഴിച്ചിട്ടുണ്ട്, കേരളത്തിൽ എല്ലാവരും കഴിച്ചിട്ടുണ്ട്. ഏറ്റവും ബെസ്റ്റ് കരിമീൻ ഏതാണ്? കാഞ്ഞിരകോട് കുണ്ട്രക്കായലിലെ കരിമീനാണ് വേൾഡിലെ ഏറ്റവും ബെസ്റ്റ് കരിമീൻ. ഇത് എത്ര പേർക്ക് അറിയാം? അറിയില്ലെങ്കിലും അവർ വിചാരിച്ചിരിക്കുന്ന കരിമീൻ അവർ കഴിച്ചിട്ടുണ്ടെന്നാണ്. കുണ്ട്രക്കായലിലെ കരിമീൻ ഞാൻ ഇവിടുന്ന് 2 മണിക്കൂർ അങ്ങോട്ടും 2 മണിക്കൂർ ഇങ്ങോട്ടും ഐസ് വെച്ച് റെഡിയാക്കി അതിനെ പിടിച്ച് ഇവിടെ കൊണ്ടുവന്ന് അതിനെ പാൽക്കറിയാക്കിയാണ് ഞാൻ അവർക്ക് കൊടുത്തിരിക്കുന്നത്. എൻ്റെ വണ്ടിക്കൂലി മാത്രം ഏകദേശം 2500 രൂപയോളമായി. കുണ്ട്രക്കായലിലെ കരിമീൻ ഏകദേശം 1000 റുപ്പീസോളം വരും 1 കിലോയ്ക്ക്. അത് ആസാമിയുടെയോ ബംഗാളിയുടെയോ കരിമീനല്ല. അപ്പം അത് കഴിക്കണമെന്ന് ഒരുത്തൻ മനസ്സിൽ വിചാരിച്ചാൽ അതും സാധിച്ചു കൊടുക്കാം. അപ്പം കരിമീൻ്റെ ബില്ല് കാണുമ്പോഴത്തേക്ക് ഒരു കരിമീനിന് ഫോർ എക്സാമ്പിൾ ഇപ്പോൾ 550 രൂപ ഇട്ടില്ല, 650 രൂപ ഇട്ട്. ഇത് 1 കിലോയ്ക്ക് അവിടെ കിട്ടുന്നതല്ലേ അല്ലേ? 1 കിലോ കോഴി 180 രൂപയുള്ളത്, ഒരു ചിക്കൻ ബിരിയാണിക്ക് അയാൾ വാങ്ങിക്കുന്ന 180 രൂപയാണ്. ചിന്തിക്കേണ്ടത് ഇതിൻ്റെ ബാക്കിൽ ഓരോ, ഇപ്പോൾ നിങ്ങൾ മനസ്സിലാക്കേണ്ട, കേരളത്തിൽ ഓരോ റെസ്റ്റോറൻറ്റുകളും സഫർ ചെയ്യാം. നിങ്ങൾ കാണുന്ന ബിസിനസ് എന്ന് പറയുന്നത് റോൾ ചെയ്യുകയാണ്. ഇപ്പോൾ പൊറോട്ടയും ഗ്രേവിയും കൊടുക്കുന്ന റെസ്റ്റോറൻ്റ് ഉണ്ട്, ഭയങ്കര തിരക്കാണ്. ആ ഓണർ എൻ്റെ അടുത്ത് പറഞ്ഞത് സൊമാറ്റോ വഴി 4 പൊറോട്ട ഓർഡർ ചെയ്യും, എന്നിട്ട് അടിയിൽ എഴുതിയേക്കും പ്ലീസ് കീപ് സം ഗ്രേവി എന്ന്. പക്ഷെ സൊമാറ്റോയുടെ വണ്ടി മൊത്തം ഫ്രണ്ട് ഇരിക്കുക. ഞാൻ പറഞ്ഞു മനസ്സിലായി, അയാൾ സഫർ ചെയ്യുക. അങ്ങനെ എത്ര റെസ്റ്റോറൻറ്റുകൾ പൂട്ടുന്നുണ്ട് അല്ലേ? ഇവർക്ക് ആർക്കെങ്കിലും ഒന്ന് സപ്പോർട്ട് ചെയ്യാനോ ഇതൊന്ന് തിരിച്ചു തുറക്കാനോ. റീസെൻ്റ്ലി ഞാൻ എൻ്റെ ഒരു സുഹൃത്ത്
റെസ്റ്റോറൻറ്റ് തുടങ്ങി. പുള്ളി ഒരുപാട് കഷ്ടപ്പെട്ട് വന്നിട്ട് പേര് ഞാൻ പറയുന്നത്. ഓക്കെ. താഴെ കമന്റ് ഇട്ടേക്കുന്നത് നീ ഇപ്പൊ പൂട്ടും, നീ 6 മാസത്തിൽ പൂട്ടും. ഒന്ന് ആലോചിച്ചു, അയാൾക്കൊരു കുടുംബവും ഇല്ലേ ശ്രീജിത്ത്? ഞാനാണെങ്കിൽ ചെന്നിട്ട് വിളിച്ചു പറയും, മച്ചാ ഒന്ന് ശ്രദ്ധിച്ചോണം, ഇത് ഇന്ന മാറ്റി പിടിക്ക്, ഇന്നതായിരിക്കും നിനക്ക് ഗൈഡൻസ് ആയിട്ട് നല്ലത്, ഈ ഇതങ്ങോട്ട് സുഖിക്കുന്നില്ല അല്ലേ? ഇതല്ലേ നമ്മൾ ഇത്രയും ഭയങ്കര സംസ്കാരമുള്ള സംസ്ഥാനമാണെന്നാ പറയുന്നത് അല്ലേ? ഇതല്ലേ അതിന്റെ കറക്റ്റ് കാര്യം? കറക്റ്റാണ്. അതല്ലാണ്ട് ഇപ്പൊ ബ്രദറിന് എൻ്റെ ഇവിടുന്ന് കഴിച്ച കപ്പയും മീൻകറി ഇഷ്ടപ്പെട്ടില്ല. ബ്രദർ എന്നെ വിളിച്ചിട്ട് പറയും, ബ്രോ ഞാൻ വലിയ പ്രതീക്ഷയിലാണ് വന്നത്, അതങ്ങോട്ട് ശരിയായില്ല, മുളകിന്റെ കുത്തിശാലം കൂടുതലാണ്, സോറി ബ്രോ ഞാൻ സെറ്റ് ചെയ്തോളാം അല്ലേ? കഴിഞ്ഞു. നേരെ മറിച്ചുകൊണ്ട് പുറത്തോട്ട് ഇറങ്ങിയിട്ട് ഇന്നലെ ഞാൻ അവിടെ പോയി ഒരു കപ്പയും മീൻകറിയും കഴിച്ചു, 100 രൂപ 150 രൂപ വാങ്ങിച്ചു, വായിക്ക് വെക്കാൻ കൊള്ളത്തില്ല. അവൻ ഇങ്ങനെ പോവാണെങ്കിൽ 6 മാസം പൂട്ടും. എന്ത് സംസ്കാരമാണ് ബ്രദർ? സത്യം. ഇവനൊരു അച്ഛനില്ലേ, ഇവനൊരു അമ്മയില്ല, അവൻ ഈ എത്ര ജോലിക്കാരാണ് ആ സ്ഥാപനത്തിനെ ഡിപ്പെൻഡ് ചെയ്ത് ജീവിക്കുന്നത്. 100%. നിങ്ങളടുത്തോ ഇല്ലേ നിങ്ങളുടെ കുടുംബത്തിലോ വന്ന് ഞാൻ ഈ ഒരു ഡയലോഗ് അടിച്ചാലല്ലേ നിങ്ങൾക്കത് മനസ്സിലാവുള്ളൂ. അത്രേ ഉള്ളൂ അല്ലേ? ഇതല്ലേ സംസ്കാരം? ശരിക്കും ഈ ബേസിസിൽ വേണം ആൾക്കാർ ചിന്തിക്കണം എന്നുള്ളതാണ് എൻ്റെ ഒരു അറിവ്. ഒരു പരിഗണന വേണം അല്ലേ? വേണം. ഓരോരുത്തരും ഒരു തട്ടുകടയായാലും. ഇപ്പം ഞാനിപ്പോൾ റീസെൻ്റ്ലി ഹോട്ടൽ മാനേജ്മെൻറ്റ് പഠിച്ച് ഒരുപാട് പയ്യന്മാരിറങ്ങും. റെസ്റ്റോറൻറ്റ് ഇവരെ നിങ്ങൾ അച്ഛനമ്മമാരത്തൊക്കെ പറഞ്ഞിട്ടോ ഇല്ലേ നിങ്ങളുടെ സഹോദരന്മാരത്ത് പറഞ്ഞിട്ടോ നിങ്ങൾ ഇവർക്ക് റെസ്റ്റോറൻറ്റ് ഇട്ട് കൊടുക്കും. ശരി, ഞാൻ പറയും ചെയ്യരുത്. നിങ്ങൾ വഴിയുടെ സൈഡിൽ മൊത്തം തട്ടുകടകൾ ഇടുക, വല്ലപ്പോഴും ഒക്കെ വന്ന് പൊളിപ്പിക്കുമെന്നല്ലാണ്ട് നിങ്ങൾക്ക് യാതൊരു ശല്യവും ഇല്ല. നിങ്ങൾക്ക് 2000-3000 രൂപ ഡെയിലി വീട്ടിൽ കൊണ്ടുപോകാം. ആരും വന്നിട്ട് നിങ്ങൾക്ക് ഫ്യൂസ് ഊരാനോ ഇലക്ട്രിസിറ്റി കട്ട് ചെയ്യാനോ ഇല്ലെങ്കിൽ അതൊന്നോ ഒരു FSSAI ലൈസൻസും എടുത്ത് വെച്ച് എനിക്ക് പറഞ്ഞാൽ കേരളത്തിൽ മൊത്തം ഉടനീളം തെക്ക് വടക്ക് തട്ടുകടകൾ വരണം. കറക്റ്റ്. അങ്ങനെ റെസ്റ്റോറൻറ്റുകൾ എന്ന് പറയുന്നത് പാവപ്പെട്ടവന്മാർ 1 കോടി രൂപ 50 ലക്ഷം രൂപ 2 കോടി രൂപ മുടക്കി എൻ്റെ സഹോദരന്മാരെ നിങ്ങൾ തുടങ്ങുന്നുണ്ടെങ്കിൽ നിങ്ങൾ സൂക്ഷിക്കുക. കേരളത്തിൽ അതൊരു വലിയ അപകടമാണ്. കാരണം ഒന്ന്, ഇന്ന് രാത്രി പാചകം ചെയ്യാൻ വരുന്നവനോ പാത്രം കഴുകാൻ വരുന്നവനോ നാളെ കാണുമെന്നുള്ള കാര്യത്തിൽ ഒരു ഉറപ്പുമില്ല. ഞാനിപ്പം ഈ പാചകം ഇച്ചിരി അറിയാവുന്നത് കൊണ്ടാണ് പിടിച്ചു നിൽക്കുന്നത്. എത്രയോ സുഹൃത്തുക്കൾ കഷ്ടപ്പെടുന്നുണ്ട്. അപ്പം ഇതിനൊക്കെ ഒരു പരിഗണന ഉണ്ടാവണം, ഒരു സ്റ്റാൻഡർഡൈസേഷൻ ഉണ്ടാവണം. ഈ സ്റ്റാൻഡർഡൈസേഷൻ ഉണ്ടെങ്കിലേ ബ്രദറിനും നാളെ ഒരു കോഫി ഷോപ്പ് തുടങ്ങണമെന്ന് തോന്നും. അത്രേ ഉള്ളൂ. അതെ.